കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവേശുവിലായ ഞാനും നിങ്ങളും ജയാളികളാണ്. വചനം പറയുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയായി, പഴയതെല്ലാം കഴിഞ്ഞുപോയി. ക്രിസ്തുവിലാകുന്നതിന് മുമ്പ് ഒരു വ്യക്തിക്ക് തൻ്റെ ചിന്തകളെ പിടിച്ചടക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഇന്ന് എനിക്കും നിങ്ങൾക്കും യേശു മുഖാന്തരം നമ്മുടെ ചിന്തകളെപ്പോലും പിടിച്ചടക്കുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്ദർഭത്തിലൂടെ നമ്മൾ കേൾക്കുന്ന ദൈവവചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. ഇന്ന് ആ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനെ തുടർന്ന് നമുക്ക് കേൾക്കാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Jesus said, "You are the light of the whole world." നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാകുന്നു എന്ന് യേശു പറഞ്ഞു. Light of the whole world. മുഴുവൻ ലോകത്തിന്റെയും വെളിച്ചം, പ്രകാശമാണ് നിങ്ങൾ. Hallelujah. Hallelujah. Which means we keep on loving them. We keep on doing good without complaining. അതിന്റെ അർത്ഥം നമ്മൾ അവരെ നിരന്തരമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുക, നിരന്തരമായി അവർക്ക് പരാതി പറയാതെ നന്മ ചെയ്തുകൊണ്ടിരിക്കുക. Look at this bulb which is shining. ഈ പ്രകാശിക്കുന്ന ഈ ബൾബ് നോക്കിയാട്ടെ. It has a lot of complaints over there. അതിന് അവിടെ നിന്ന് ഒരുപാട് പരാതികൾ പറയുവാനുണ്ട്. It's so hot. വളരെ ചൂടാണ്. Because I'm giving light, I'm feeling the heat. ഞാൻ ഈ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് വലിയ ഒരു ചൂട് എനിക്ക് അനുഭവപ്പെടുന്നു. I want some rest. എനിക്ക് ഒരു അല്പം വിശ്രമം വേണം. If you interview the light, it has many complaints. നിങ്ങൾ ആ ലൈറ്റിനോട് ചോദ്യം ചോദിച്ചാൽ ഒരുപാട് പരാതികൾ പറയും. But you can never hear the complaint. എന്നാൽ ആ പരാതികളൊന്നും നമ്മൾ ഇപ്പോൾ കേൾക്കുന്നില്ല. It is doing a duty. അതിന്റെ ധർമ്മം So നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. are we the light of the whole world. അതുപോലെ തന്നെ നാം ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Jesus never said you are the light for the Christians. യേശു നിങ്ങൾ ക്രിസ്ത്യാനികൾക്കുള്ള വെളിച്ചമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. We are the light of the whole world. നാം മുഴുവൻ ലോകത്തിനും പ്രകാശമത്രേ. We will give light to the whole world without our sound coming out. നമ്മുടെ ശബ്ദം പുറത്തേക്ക് വരാതെ, പരാതി വരാതെ നമ്മൾ മുഴുവൻ ലോകത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. That is why the Bible says do good without complaining. അതുകൊണ്ടാണ് പരാതി പറയാതെ നന്മ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വേദപുസ്തകം പറയുന്നത്. നന്മ ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞ ശേഷം നിങ്ങളെ ജ്യോതിസുകളായി വെച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ ജ്യോതിസുകളായി ഈ ഭൂമിയിൽ വെച്ചിരിക്കുക, വെളിച്ചമായിട്ട് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ചൂട് ഇവിടെ വന്നാലും അതിന്റെ ജോലി അത് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആമേൻ. അതുപോലെയാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ, അവൻ ലോകത്തിന്റെ വെളിച്ചമാ. അവന് വേർതിരിവില്ല, രക്ഷിക്കപ്പെട്ടതാണോ പെടാത്തതാണോ എന്നൊന്നുമല്ല, വെളിച്ചം കൊടുത്തോണ്ടേ ഇരിക്കുന്ന ജോലിയാ വിശ്വാസിയുടെ. ചേർന്ന കർത്താവിനെ സ്തോത്രം ചെയ്യാം. We are the salt of the earth. നാം ഈ ഭൂമിയുടെ ഉപ്പാകുന്നു. We give flavor to the world. നാം ഈ ലോകത്തിന് രുചി പകരുന്നവരത്രേ. But you will never find any advertisement saying salt did this, salt did that. നാം ഒരു പരസ്യത്തിലും ഇങ്ങനെ കാണാറില്ല, ഉപ്പ് അത് ചെയ്തു, ഉപ്പ് ഇത് ചെയ്തു എന്ന് പറയുന്നത് കണ്ടിട്ടില്ല. We give honor to the cook but not to the salt. നാം വാസ്തവത്തിൽ അത് പാചകക്കാരന് നമ്മൾ ബഹുമാനം കൊടുക്കും, പ്രോത്സാഹനം കൊടുക്കും, പക്ഷേ അതിൽ ചേർക്കപ്പെട്ട ചേരുവകൾക്ക് നമ്മൾ ബഹുമാനം കൊടുക്കാറില്ല. Salt is invariably the important thing. വാസ്തവത്തിൽ ഉപ്പ് അവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമത്രേ. We flavor but we don't give any glory. We give all the glory to the cook who the made and designed us. അതിന് രുചി പകരുന്നു, പക്ഷേ നാം അതിനൊന്നും പ്രശംസ കൊടുക്കാറില്ല. നാം പ്രശംസിക്കുന്നത് അതിനെ കൈകാര്യം ചെയ്ത പാചകക്കാരനെ അത്രേ. Turn to someone and say you are the salt and the light for the whole earth. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പും നിങ്ങൾ ഈ
ഭൂമിയുടെ വെളിച്ചവുമാകുന്നു. Keep on giving light and keep on flavoring the world. ആ പ്രകാശം ഇനിയും തുടർന്നും കൊടുത്തുകൊണ്ടിരിക്കുക. നീ രുചി പകർന്നുകൊണ്ടേയിരിക്കുക. Keep on doing good. നീ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാതെ ചെയ്തുകൊണ്ടിരിക്കുക. Hallelujah. ഹല്ലേലൂയ. Not only that, അത് മാത്രമല്ല, we are called to bear fruit. നാം ഫലം പുറപ്പെടുവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. Jesus said like this, യേശു ഇപ്രകാരം പറഞ്ഞു, I am the vine, you are the fruit. ഞാൻ You മുന്തിരിവള്ളി, are the branches. നിങ്ങൾ കൊമ്പുകളുമാകുന്നു. And you will bear fruit. നിങ്ങൾ ഫലം കായ്ക്കുക തന്നെ I ചെയ്യും. want to tell you something. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. No one sees the vine. ആ മുന്തിരി വള്ളിയെ ആരും കാണുന്നില്ല. No one says the vine is very good. ആ മുന്തിരി വള്ളി, ആ ചെടി നല്ലതെന്ന് ആരും പറയാറില്ല. But everyone tastes the grape and says very good. എന്നാൽ മുന്തിരി പഴം രുചിച്ചിട്ട് അത് നന്നായി എന്ന് അവർ പറയും. You and I are the display of the goodness of God to the whole world. ഓ, ദൈവത്തിന്റെ നന്മയെ മുഴു ലോകത്തിനും പ്രദർശിപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങളും ഞാനും. We cannot be failures in Jesus Christ. യേശു ക്രിസ്തുവിൽ നാം ഒരിക്കലും പരാജയമാവുകയില്ല. Come on, shout and say we can never be failures in Jesus Christ. ആർത്തു വിളിച്ചൊന്ന് പറഞ്ഞാട്ടെ, യേശു ക്രിസ്തുവിൽ നാം ഒരു നാളും പരാജയമാവുകയില്ല. Oh, we can never be failures in Jesus Christ. യേശു ക്രിസ്തുവിൽ നാം ഒരു നാളും പരാജയമാവുകയില്ല. As long as we are rooted in the vine, as long as we are rooted in Christ, we will be gloriously demonstrated to the whole world. ആ മുന്തിരി വള്ളിയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ, ക്രിസ്തു യേശുവിനോടും നമ്മൾ ചേർന്ന് നിൽക്കുന്നത് പോലെ, അത്രയും കാലം നമ്മൾ ലോകത്തിന് പ്രയോജനമുള്ളവരായി തീരും. We are unstoppable. നമ്മെ തടയുവാൻ ആർക്കും കഴിയില്ല. We are unchallengeable. നമ്മെ വെല്ലുവിളിപ്പാൻ ആർക്കും കഴിയുകയില്ല. The reason is the one in us is greater. അതിന് കാരണം നമ്മുടെ ഉള്ളിലുള്ളവൻ വലിയവൻ തന്നെ. The Holy Spirit, the Spirit of God is within us. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. We are the preachers of the light and the truth. ഓ, നാം സത്യത്തിന്റെ പ്രകാശത്തെ പ്രസംഗിക്കുന്നവരത്രേ. We are the fruit bearers. നാം ഫലം കായ്ക്കുന്നവർ. You will be a display of blessing to the whole earth. മുഴു ലോകത്തിനും നന്മയുടെയും അനുഗ്രഹത്തിന്റെ പ്രദർശന വസ്തുവായി നീ മാറും. God is going to display you. ദൈവം നിന്നെ കാണിക്കുവാൻ പോവുകയാണ്. When you are rooted in Jesus നീ Christ, യേശുവിൽ വേരൂന്നിയവരത്രേ. the fruit will be tasted by the whole world. മുഴു ലോകവും ആ ഫലം രുചിക്കുക തന്നെ ചെയ്യും. The fruit will be tasted by the whole ആ world. ഫലത്തെ മുഴുവൻ ലോകം രുചിക്കും. Hallelujah. ഹല്ലേലൂയ. There are very good grapes too, you can see. നമുക്ക് കാണാൻ കൊള്ളാവുന്ന ഒരുപാട് നന്മ, കാണാൻ നല്ലതായിട്ടുള്ള മുന്തിരിപ്പഴങ്ങളുണ്ട്. But when you eat, the taste might not be there. എന്നാൽ കഴിക്കുമ്പോൾ ആ കാണുമ്പോൾ തോന്നി അത്രയും രുചി കാണണമെന്നില്ല. From far off, people might say many things about you and me. ദൂരെ നിന്ന് മാറി നിന്നുകൊണ്ട് നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പലതും But പറഞ്ഞേക്കാം. come taste and see. എന്നാൽ അടുത്ത് വന്നൊന്ന് രുചി നോക്കിയാൽ You will taste Jesus is in every drop of us. ഓ, ഓരോ മുന്തിരിച്ചാറിന്റെ ഓരോ തുള്ളിയിലും യേശുവിനെ നീ രുചിക്കുവാൻ ഇടയാകും. Come taste and see. വാ, രുചി നോക്കി പറ. We are the fruit bearers of Jesus ഞാൻ Christ. ക്രിസ്തു യേശുവിന്റെ ഫലം കായ്ക്കുന്നവരത്രേ. Can you shout hallelujah? ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. That is why the word says അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നു, that the word is the key thing in our life. ആ വചനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും താക്കോൽ വാക്യമാണ്. It is the word of God that is going to stand and abide forever. ഓ, ദൈവവചനം അത്രേ അവിടെ എന്നേക്കും നിലനിൽക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. We were born again by the word. നാം വചനത്താൽ അത്രേ വീണ്ടും ജനിച്ചത്. We are talking about deception of the devil. നാം പറഞ്ഞുകൊണ്ടിരുന്നത് പിശാചിന്റെ വഞ്ചനയെ കുറിച്ചാണ്. We are talking about a fight, a good fight, holding on to eternal life. നിത്യ ജീവനെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുന്നതിനെ കുറിച്ച് നാം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. 1 Timothy 6:12. 1 തിമോത്തിയോസ് 6:12. 1 Timothy 6:12. 1 തിമോത്തി 6:12. It is fighting a good fight of faith, holding on to eternal life. നിത്യ ജീവനെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുന്നു. 1 Timothy chapter 6 1 തിമോത്തിയോസ് 6-ാം and verse 12. അതിന്റെ 12-ാമത്തെ വാക്യം. Hallelujah. ഹല്ലേലൂയ. Fight a good fight of faith, lay hold on eternal life, to which you were also called. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ട. You are called.
നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. Turn to someone and say, you are called. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. You are called. നിങ്ങളെ We വിളിച്ചിരിക്കുന്നു. are called. നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. We are chosen. നാം തിരഞ്ഞെടുക്കപ്പെട്ടവർ. Jesus said, യേശു പറഞ്ഞു, I chose you. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. We were chosen. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ. Not only that, അത് മാത്രമല്ല, Jesus said, യേശു പറഞ്ഞു, it is I who give them eternal life. ഞാൻ അത്രേ നിങ്ങൾക്ക് നിത്യജീവനെ തന്നത്. We cannot earn eternal life. നമുക്ക് നിത്യജീവനെ പ്രാപിച്ചെടുക്കുവാൻ We കഴിയില്ല. were given eternal life. നമുക്ക് ആ നിത്യജീവൻ നൽകപ്പെട്ടത് And അത്രേ. the eternal life is Jesus himself. നിത്യജീവൻ എന്നതോ യേശു ക്രിസ്തു തന്നെ. Hallelujah. ഹല്ലേലൂയ. 1 John 5:11 the Bible says 1 യോഹന്നാൻ 5:12-11 വേദപുസ്തകം പറയുന്നു, that this eternal life is Jesus Christ. ഈ നിത്യജീവനോ ക്രിസ്തു യേശു തന്നെ. Meaning to say, അതിന്റെ അർത്ഥം ഇതാണ്, 1 Timothy 6:12 the Bible says, 1 തിമോത്തി 6:12 വേദപുസ്തകം പറയുന്നു, when you fight a good fight, നിങ്ങൾ ഒരു നല്ല പോർ പൊരുതുമ്പോൾ, laying hold of eternal life, നിത്യജീവനെ മുറുകെ പിടിക്കുമ്പോൾ, meaning അതിന്റെ അർത്ഥം holding on to Christ Jesus. ക്രിസ്തു യേശുവിനെ മുറുകെ പിടിക്കുക എന്നത്രേ. How can you hold Jesus whom you cannot see? നിങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത യേശുവിനെ നിങ്ങൾ എങ്ങനെ മുറുകെ പിടിക്കും? How can you hold on to eternal life which you cannot see? നിങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത നിത്യജീവനെ എങ്ങനെ നിങ്ങൾ മുറുകെ പിടിക്കും? How you can hold on to the word of God, നിങ്ങൾക്ക് the flesh that became word that became flesh, that is Jesus. നിങ്ങൾക്ക് ദൈവവചനത്തെ മുറുകെ പിടിക്കുവാൻ കഴിയും. ആ വചനമത്രേ ജഡമായി തീർന്ന് ക്രിസ്തു യേശുവായി മാറിയത്. Word is Jesus Christ. വചനം തന്നെ ക്രിസ്തു യേശു. Hallelujah. ഹല്ലേലൂയ. That is why, അതുകൊണ്ടത്രേ you know, the devil tricks us by taking away the word. ദൈവവചനത്തെ മോഷ്ടിച്ചുകൊണ്ട് പിശാച് നമ്മെ ചതിക്കുന്നു. He compromises us in our spiritual life by taking away the word. ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വിട്ടുവീഴ്ചയ്ക്കായി അവൻ പ്രേരിപ്പിക്കുന്നു. We lose sight of eternal life. That is why we are being deceived by the devil. നിത്യജീവനെ കുറിച്ച് നമ്മൾ മറന്നു പോകുന്നത് കൊണ്ട് പിശാചിനാൽ നമ്മൾ കബളിപ്പിക്കപ്പെടുന്നത്. That is why the Bible says, അതുകൊണ്ട് അത്ര വേദപുസ്തകം പറയുന്നു, as Hawa was deceived, Eve was deceived by the devil through craftiness, I am afraid you also will be deceived by the simplicity that is in Christ Jesus. കൗശലത്താൽ പിശാച് ഹൗവയെ ചതിച്ചതുപോലെ നിന്റെ നിഷ്കളങ്ക ഹൃദയത്താൽ നീ വഞ്ചിക്കപ്പെട്ടു പോകാതിരിപ്പാൻ നീ സൂക്ഷിച്ചുകൊള്ളുക. Hallelujah. Hallelujah. How does the devil use the craftiness? എങ്ങനെയാണ് പിശാച് ആ കൗശലം പ്രയോഗിച്ചത്? How does the devil take advantage of us? എങ്ങനെയാ പിശാച് നമ്മെ മുതലെടുത്തത്? Well, 2 Corinthians chapter 2 verse 12 the Bible says, 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു, lest Satan take advantage of us, you should not be ignorant. നിങ്ങൾ സാത്താൻ നിങ്ങളെ മുതലെടുക്കാൻ തിരിപ്പാൻ നിങ്ങൾ അറിവില്ലാതെ ഇരിക്കുന്നവരാകരുത്. Ignorant about the word that has been spoken through you through Jesus Christ. നിങ്ങളോട് യേശുക്രിസ്തുവിലൂടെ സംസാരിക്കപ്പെട്ട ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. What is the work of the devil? എന്താകുന്നു പിശാചിന്റെ പ്രവൃത്തി? We are not fighting. That is why in Ephesians chapter 6 and verse 10 the Bible says, be strong in the Lord and his might, and then it talks about wearing a warfare against the wiles tricks of the devil. അതുകൊണ്ടത്രേ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. തുടർന്ന് പറയുകയാണ്, അവന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. So that we can resist the wiles of the devil. അങ്ങനെ നമ്മൾ പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ കഴിയും. The devil cannot touch you. പിശാചിന് നിങ്ങളെ തൊടുവാൻ കഴിയില്ല. The devil is totally disarmed. ഓ പിശാച് അവന്റെ സർവായുധവർഗം വയ്പ്പിക്കപ്പെട്ടവനാ. Colossians 2:15 the Bible says Jesus disarmed the principality and made an open spectacle of him. കൊലോസ്യ ലേഖനം 2:15 വചനം ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ചു, അവനെ പരസ്യ കോലമാക്കി മാറ്റി. He can no authority, അവന് യാതൊരു അധികാരവുമില്ല, but he can trick you. എന്നാൽ അവൻ നിന്നെ വഞ്ചിച്ചേക്കാം. Who are the people who get tricked
duped by the devil. പിശാചിനാൽ വഞ്ചിക്കപ്പെടുന്ന വ്യക്തികൾ ആരാ? They are the people who are ignorant about the word of God or the words of Jesus Christ. ദൈവവചനത്തെക്കുറിച്ചും യേശുവിന്റെ വചനങ്ങളെക്കുറിച്ചും അറിവില്ലാത്തവരാണ് വേഗത്തിൽ വഞ്ചിക്കപ്പെടുന്നത്. Because he takes the word and uses it in a different way. കാരണം അവൻ വചനത്തെ എടുത്ത് അതിനെ കോട്ടി മറ്റൊരു വിധത്തിൽ ഉപയോഗിക്കുന്നു. That is why അതുകൊണ്ടത്രേ when you hear a word being spoken, ഒരു വചനം പ്രസ്താവിക്കപ്പെടുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ, even if it is I who am preaching today, ഇന്ന് ഞാൻ തന്നെ നിങ്ങളോട് ഇത് പ്രസംഗിച്ചാലും, you should go back and see if the word is there in the Bible. നിങ്ങൾ മടങ്ങി പോകുമ്പോൾ നിങ്ങൾ വേദപുസ്തകം നോക്കണം, അവിടെ പറഞ്ഞത് വചനം സത്യം തന്നെയോ എന്ന്. Number 2, രണ്ടാമത്, look at the context where it is being spoken. എന്താണ് പറഞ്ഞതിന്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. Both if you look, then you will understand that the word which was preached is now going to be going into the spirit. ഈ രണ്ട് കാര്യങ്ങളും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പ്രസംഗിക്കപ്പെട്ട വചനം അത് നിങ്ങളുടെ ആത്മാവിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങി. Don't go through philosophies. നിങ്ങൾ തത്വ ചിന്തകളിലേക്ക് അതിന്റെ പിന്നാലെ പോകരുത്. Hallelujah. Hallelujah. That is why അതുകൊണ്ടത്രേ in the book of Colossians, കൊലോസ്യ ലേഖനത്തിൽ, turn to someone and say, you are not a mere man. അടുത്തിരിക്കുന്നയാളെ തൊട്ടുകൂട, നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല. How does deception come in? എങ്ങനെയാണ് വഞ്ചന കടന്നു വരുന്നത്? The Bible says വേദപുസ്തകം പറയുന്നു, in Colossians chapter 2. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം. Hallelujah. ഹല്ലേലൂയ. Oh glory, blessed be the name of the Lord. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. I am really excited by seeing things that are happening in the body of Christ, because we are going to enter into such a glorious harvest. കർത്താവായ യേശുവിന്റെ ശരീരമാകുന്ന സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് വലിയ ഉത്സാഹമാണ്. കാരണം വളരെ തേജസ്സേറിയ കാര്യങ്ങൾ നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. We know the deception of the devil. പിശാചിന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കണം, വഞ്ചന In മനസ്സിലാക്കണം. the book of Revelation, two things are written. വെളിപ്പാട് പുസ്തകത്തിൽ രണ്ട് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. The Bible says വേദപുസ്തകം പറയുന്നു, he is a deceiver. അവൻ വഞ്ചകനത്രേ. Number 1. രണ്ട്, Number 2, he is an accuser. അവൻ അപവാദി എന്ന് രണ്ടാമത് പറയുന്നു. In John, Jesus says യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ യേശു പറഞ്ഞു, he is a liar and a father of it. അവൻ ഭോഷ്ക് പറയുന്നവനും അവന്റെ അപ്പനുമാകുന്നു. And Paul says പൗലോസ് പറയുക, he is a hinderer. അവൻ തടസ്സവാദി അത്രേ. Hallelujah. Hallelujah. With little bit of aspects of the word of God, of the devil. ആ പിശാചിന്റെ ചില വിശേഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. In 2 Corinthians 4:4 he says it blinds the people from the light of the gospel. രണ്ട് കൊരിന്ത്യർ 4:4 പറയുക, സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ അവൻ അവിശ്വാസികളുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നു. I want to tell you, this is very, very, very important. ഇത് വളരെ 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 പ്രധാനപ്പെട്ടതാ. The gospel is the power of God. സുവിശേഷം ദൈവത്തിന്റെ ശക്തി തന്നെയാകുന്നു. The word is still powerful. ദൈവവചനത്തിൽ ഇപ്പോഴും ശക്തിയുണ്ട്. One day ഒരു നാൾ a youth came to Reinhard Bonke, റെയിൻഹാർഡ് ബോങ്കയുടെ അരികിൽ ഒരു യൗവനക്കാരൻ ചെന്നു. and he said, Mr. Bonke, താൻ പറഞ്ഞു, പ്രിയ ബോങ്കെ, why don't you preach something more exciting? കുറച്ചുകൂടെ ഉത്സാഹം വരുത്തുന്ന എന്തെങ്കിലും കൂടെ ഒന്ന് പ്രസംഗിക്കാൻ വയ്യായിരുന്നു. This is very, very old Bible. ഈ ബൈബിൾ വളരെ വളരെ പഴക്കം ചെന്ന ഒരു സുവിശേഷമാണല്ലോ. There are so many new books. Preach from that. എന്തെല്ലാം പുതിയ പുതിയ പുസ്തകങ്ങളും ആശയങ്ങളും വന്നിരിക്കുന്നു, അതൊന്ന് പ്രസംഗിക്കാൻ വയ്യേ. And suddenly the Holy Spirit told Bonke to tell that boy, പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ബോങ്കയോട് ആ കുഞ്ഞിനോട് ഇങ്ങനെ പറയുവാൻ ആവശ്യപ്പെട്ടു. the Bible is old but still very, very hot. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വേദപുസ്തകം വളരെ വളരെ പഴക്കമുള്ളതായിരിക്കാം, പക്ഷെ അത് ഇപ്പോഴും നല്ല ചൂടാന്ന് നിൽക്കുന്നതാ. Just like the sun is very old but not cold. സൂര്യൻ ഒത്തിരി പഴക്കമുള്ളതാ, പക്ഷെ അത് തണുത്തതല്ലല്ലോ. Hallelujah. Hallelujah. Have you heard someone say, standing in the sun it is very cold? ആരെങ്കിലും സൂര്യനിൽ നിന്നുകൊണ്ട് അയ്യോ തണുക്കുന്നേ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലല്ലോ. The sun is old but it is really hot. സൂര്യൻ ഒരുപാട് പഴക്കമുണ്ട്, പക്ഷെ അത് ഇപ്പോഴും വളരെ ചൂടോടെ നിൽക്കുന്നു. The Bible is the word of God. It is old but it is the power of God unto salvation. വേദപുസ്തകം വളരെ പഴക്കമുള്ളതാ, പക്ഷേ അത് രക്ഷയ്ക്കായി ദൈവശക്തിയായി ശക്തിയേറിയത് തന്നെ. The power of God is in the word of God. ദൈവവചനത്തിൽ ദൈവശക്തി അടങ്ങിയിരിക്കുന്നു. So that is why അതുകൊണ്ട് തന്നെ the Bible says വേദപുസ്തകം പറയുന്നു, to cheat the people, to deceive the people, the devil blinds the people's heart
from the gospel that is shining out of the face of Jesus. മനുഷ്യനെ കബളിപ്പിക്കുവാൻ, മനുഷ്യനെ വഞ്ചിക്കുവാൻ പിശാച് മനുഷ്യരുടെ ഹൃദയങ്ങളെ കുരുടാക്കിയിട്ട് യേശുവിന്റെ മുഖത്തെ പ്രകാശം വരുന്നതിൽ നിന്ന് അതിനെ തടയുന്നു. And that is why in 2 Corinthians chapter 3 Paul says, അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, the blindness is still upon the hearts of people when they read the old covenant. അവർ പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അന്ധത ബാധിച്ചിരിക്കുന്നു. But when they turn to Christ, the veil is removed. എന്നാൽ അവർ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോഴോ അവരുടെ മുഖപടം മാറിപ്പോകുന്നു. Hallelujah. Hallelujah. Jesus is the center of everything. യേശു ക്രിസ്തു സകലത്തിന്റെയും കേന്ദ്ര ബിന്ദുവത്രേ. Jesus is worth preaching. യേശുവിനെ പ്രസംഗിക്കുന്നതിന് യോഗ്യൻ. We are the biggest privileged people because we preach Jesus as the Christ. യേശുവിനെ ക്രിസ്തു എന്ന് പ്രസംഗിക്കുന്ന നാം നമുക്ക് വലിയ പദവിയത്രേ ലഭിച്ചിരിക്കുന്നത്. There is no other name that can save humanity. മാനവരാശിയെ രക്ഷിപ്പാൻ ഉതകുന്ന മറ്റൊരു നാമവും വന്നിട്ടില്ല. Only Jesus. യേശു മാത്രം. There is no other name that can give solution to the humanity. മാനവരാശിക്ക് പ്രതിവിധി നൽകുന്ന മറ്റൊരു നാമവുമില്ല. Only Jesus. യേശു മാത്രം. Philosophy cannot change people. തത്വചിന്തകൾക്ക് മനുഷ്യനെ മാറ്റുവാൻ കഴിവില്ല. Philosophy cannot help people. മനുഷ്യനെ തത്വചിന്തകൾക്ക് സഹായിക്കാൻ കഴിവില്ല. Only the word of God that has proceeded out of the mouth of God himself can change the world. ദൈവത്തിന്റെ മുഖത്തു നിന്ന് പുറപ്പെടുന്ന ദൈവവചനത്തിന് മാത്രമേ ലോകത്തെ മാറ്റിമറിപ്പാൻ കഴിയൂ. Can you shout hallelujah? ഹല്ലേലൂയ. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് we are built on the rock that is Jesus Christ and the word of God. നാം യേശു ക്രിസ്തുവാകുന്ന ദൈവവചനമാകുന്ന പാറമേലത്രേ അടിസ്ഥാനമിട്ട് And that നിൽക്കുന്നു. rock is the revelation of Christ. ആ പാറയോ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടത്രേ. That is why. അതുകൊണ്ട് തന്നെ Remember, when did Jesus say this? യേശു ഇത് പറഞ്ഞപ്പോൾ ഓർക്കുക, Peter said, you are Christ, the Son of God. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. നീ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോഴാണ് അത് ലോകത്തിന് വെളിപ്പെട്ടിട്ടില്ല. യേശുവിനെ അവർ സൗഖ്യദായകനായി അവർ കണ്ടു. ആമേൻ. യേശുവിനെ അത്ഭുത അടയാളം ചെയ്യുന്നവനായി അവർ കണ്ടു. വെള്ളത്തിന്റെ മീതെ നടക്കുന്നവനായി കണ്ടു. കുരുടന്റെ കണ്ണുകളുടെ കാഴ്ച നൽകുന്നവനായി കണ്ടു. മരിച്ചവർ ലാസറിനെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് കണ്ടു. പക്ഷെ ക്രിസ്തു ആയിട്ട് കാണാൻ അവർക്ക് സാധിച്ചില്ല. യേശുവിനെ പ്രസംഗിക്കണമെന്ന് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ പറയുമ്പം ആൾക്കാരുടെ ധാരണ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ നിന്നും പ്രസംഗിക്കണമെന്നായിരുന്നു. നോ, അതല്ല. യേശു ക്രിസ്തുവായി കാണണോ, അത് ലേഖനങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കാരണം യേശു തന്നെ ക്രിസ്തുവായി മാറിയത്. അതുകൊണ്ടാണ് പത്രോസ് വേദഭാഗം പെട്ടെന്ന് വായിക്കാം, അതായിരിക്കും നല്ലത്. മത്തായി സുവിശേഷം 16-17 മുതൽ. ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ. പത്രോസിനോട് യേശു പറയാണ്, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല. എന്താ 16 പറഞ്ഞതുകൊണ്ടാ. 16 എന്താ നോക്കിക്കേ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന്. യേശു ആരാ? നോക്ക് പിശാചിന്റെ വഞ്ചനയിൽ നമ്പർ 1 വഞ്ചന യേശു ക്രിസ്തു അല്ല എന്ന് പറഞ്ഞു പിടിപ്പിക്കുക എന്നുള്ള. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ക്രൂശ് മരണമാണ് അവസാനത്തെ യാഗം. അതാ യോഹന്നാൻ സുവിശേഷം 17 നാളിൽ യേശു പ്രസംഗിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, പിതാവേ, അങ്ങനെ അയച്ച ദൗത്യം ഞാൻ നിവർത്തിച്ചു. 19-ാമത്തെ അധ്യായത്തിൽ, അതായത് 17-ാം അധ്യായത്തിൽ താൻ പ്രാർത്ഥിക്കുന്നു. 18-ാം അധ്യായത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നു. 19-ാം അധ്യായത്തിൽ ക്രൂശിക്കപ്പെടുമ്പോൾ അവസാനത്തെ വാക്ക് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഞാൻ നിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഇനി മാനവരാശി എന്തെങ്കിലും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട, ചെയ്യേണ്ടിയത് മുഴുവൻ ആ യാഗം കൊണ്ട് ഒരിക്കലായി എന്നേക്കുമായി തീർന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നമ്മൾ കേട്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറയുമ്പോൾ വെറുതെ പറഞ്ഞതല്ല, മരണത്തെ ജയിച്ച യേശു ഇത് പറഞ്ഞു. കർത്താവ് ഇങ്ങനെ പറയുകയായിരുന്നു,
നമ്മൾ ഒരു വ്യക്തി ഒരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും പലരും ചെന്ന് തന്നെ ആശ്വസിപ്പിക്കുന്ന ആൾക്കും അറിയാം, വ്യക്തിക്കും അറിയാം ഈ വ്യക്തി എന്നോടുള്ള സ്നേഹത്താൽ എന്നോടിത് പറയുക. എന്നാൽ കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്. മരണത്തെ ജയിച്ച് കല്ലറയെ ജയിച്ച യേശു ആ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആ യേശു നമ്മുടെ കൂടെ ഇന്നുണ്ട്. ഈ ദിവസം ജയോത്സവത്തിൻ്റെ ദിവസമാക്കും. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എല്ലായിടത്തും നമുക്ക് ജയമുണ്ട്. ഇന്ന് ആ ചിന്തകളെയെല്ലാം നമുക്കൊന്ന് അതിജീവിച്ച് കർത്താവിനോട് കൂടെ ചേർന്ന് ഒരു നല്ല ദിവസം നമുക്ക് ആരംഭിക്കാം. ഇന്ന് കേട്ട വചനത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ചിന്തകളെ പിടിച്ചെടുക്കുവാൻ, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി നേടുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുധങ്ങൾക്കായി നന്ദി. ഇന്ന് കേട്ട വചനം കർത്താവേ, ഇന്ന് കേട്ട ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പരിവർത്തിക്കുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചുള്ള ചിന്തകൾ, മനസ്സിനെ ഭയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഹൃദയത്തിൽ വന്ന ഇടുക്കങ്ങൾ മാറട്ടെ. ചിന്താഗതികളെ അതിജീവിക്കുവാൻ കർത്താവെ, അങ്ങയുടെ അഭിഷേകം ഇപ്പോൾ ആ മുറികളിൽ വ്യാപരിക്കട്ടെ. എന്നെ കേൾക്കുന്ന വ്യക്തികൾ, നാളുകളായി രോഗാവസ്ഥയിൽ തകർന്നിരിക്കുന്ന മനസ്സും അടുത്തിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ കുടഞ്ഞെഴുന്നേൽക്കട്ടെ. യേശു മുഖാന്തരം എനിക്കിതിനെ ജയിക്കുവാൻ സാധിക്കുമെന്ന് ജയത്തോടെ അവർ എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഓരോ രോഗികളും സൗഖ്യമാകട്ടെ. സമാധാനമില്ലാത്ത ഭവനങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. ഇന്ന് കർത്താവെ, ജയോത്സവത്തിൻ്റെ ഒരു ദിവസം. ഇന്ന് ക്രിസ്തുയേശുവിൽ തങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് സാഹചര്യത്തെ ജയിച്ചുകൊണ്ട് ജയോത്സവത്തിൻ്റെ ഒരു ജീവിതം നിൻ്റെ മക്കൾ കൊടുക്കുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ അത്ഭുത രോഗസൗഖ്യം നടക്കട്ടെ. പാരമ്പര്യ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പാരമ്പര്യ ശാപങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഇപ്പോൾ തന്നെ സകല നാമത്തിനുമേല യേശുവിൻ്റെ നാമത്തിൽ അവസ്ഥകൾ മാറട്ടെ. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ മാറട്ടെ. കർത്താവെ, നീ വിടുവിച്ചതിനായി നന്ദി, അത്ഭുതം ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് ചിന്തകൾ മാറിയിരിക്കുകയാണ്, കെട്ടുകൾ പൊട്ടിയിരിക്കുകയാണ്. ഇന്ന് ഒരു ജയത്തിൻ്റെ ദിവസം. ഇന്ന് തുടർന്ന് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. കർത്താവ് സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും കാണും വരെ കർത്താവ് തൻ്റെ തങ്ക ചിറകിൻ്റെ കീഴിൽ, തൻ്റെ കൃപയിൽ നമ്മളെ മറയ്ക്കുമാറാകട്ടെ. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തോമസ് ഊട്ട് ബ്രദർ ഇന്ന് വൈകിട്ട് 8 മണിക്ക് അലൈനിൽ ശുശ്രൂഷിക്കുന്നു. മെയിൻ ഹാൾ, ഒയാസിസ് ഹോസ്പിറ്റൽ, ചർച്ച് കോമ്പൗണ്ട്. 2015 ഓഗസ്റ്റ് 31 തിങ്കൾ. ശുശ്രൂഷ വൈകിട്ട് 8 മണിക്ക്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോഴിക്കോട്. സെപ്റ്റംബർ 16 ബുധൻ. ശുശ്രൂഷ രാവിലെ 10-ന്. നളന്ദ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മൈസൂരിൽ. സെപ്റ്റംബർ 17 വ്യാഴം. ജഗൻ മോഹൻ പാലസ്, സിറ്റി ബസ് സ്റ്റാൻഡിന് സമീപം. ശുശ്രൂഷ രാവിലെ 10-നും വൈകിട്ട് 6-നും. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും എടക്കരയിൽ. സെപ്റ്റംബർ 18 വെള്ളി. പ്രസ്റ്റീജ് പാലസ്. ശുശ്രൂഷ വൈകിട്ട് 5:30-ന്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മഞ്ചേരിയിൽ. സെപ്റ്റംബർ 19 ശനി. ജയശ്രീ ഓഡിറ്റോറിയം, കാലിക്കറ്റ് റോഡ്. राजकुमार है तू, प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति।